അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ സോനാമർഗിൽ നിന്ന് സോജില പാസ് വഴി ദ്രാസിലേക്ക് പോവുക. എങ്ങോട്ടാ? എങ്ങോട്ടാ പോണ്ടേ? ഞങ്ങക്ക് ദ്രാസ് വരെ ഒന്ന് പോണം. ഒരു ലിഫ്റ്റ് തരുമോ? ഞാൻ മാത്രല്ല കേട്ടോ, എന്റെ ഒരു ക്യാമറാമാനോട് ഉണ്ട്. ആണോ? ഞാനോർത്ത് തന്നെ ഉള്ളന്ന്. പോരെ ലിഫ്റ്റ് തരും. ശ്രീനഗർ ലേ ഹൈവേ ആണിത്. ലേയിലേക്ക് 346 കിലോമീറ്റർ. NH1 ആണിത്. ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് ചൂലുമായി ശ്രീനഗറിൽ വന്ന് ലോഡൊക്കെ ഇറക്കി. ആ മലഞ്ചെരുവിൽ കാണുന്ന വീടുകളെല്ലാം ആട്ടിടയന്മാരുടെ വീടുകളാണ്. മഞ്ഞുകാലത്ത് അതെല്ലാം മഞ്ഞ് മൂടിക്കിടക്കും. ഈ വലിയ മല കയറി അപ്പുറം എത്തണം കേട്ടോ, അതിന്റെ മുകളിലെത്തണം. മല കയറാതെ പോകാന്നേ എന്നുള്ള മാർഗമുണ്ട്. അതൊന്നും മാർഗം ആയിട്ടില്ല. ആയിട്ടുണ്ടെന്നേ. ഇല്ല, ടണലല്ലേ? ടണൽ പണി തീർന്നിട്ടില്ല. തീർന്നില്ലേ? അയ്യോ, ഞാനോർത്ത് തീർന്നെന്നോ. ഇല്ല. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ട്രക്ക് പാർക്കിംഗ് ഇവിടുത്തെ. എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലത്ത് റോഡ് അടഞ്ഞു കിടക്കുന്ന സമയങ്ങളിൽ ട്രക്കുകളെല്ലാം ഇവിടെ വന്ന് കിടക്കും. പിന്നെ കോൺവോയ് ആയിട്ടൊക്കെ വിടുകയുള്ളൂ. ട്രക്ക് യാർഡ്, സോനാമാർഗ് മാർക്കറ്റൊക്കെ അവിടെ. സ്വർണ്ണപാത എന്നാണ് സോനാമാർഗ് അറിയപ്പെടുന്നത്. സോന എന്ന് പറഞ്ഞാൽ ഗോൾഡ് എന്നും മർഗ് എന്ന് പറഞ്ഞാൽ പാത എന്നുമാണ് അർത്ഥം. അതിന് ഇവിടെ സ്വർണ്ണപാത ഉണ്ടോ? സ്വർണ്ണപാത ഇല്ല, പക്ഷെ നല്ല പുൽമേടുകൾ നിറഞ്ഞ പാതയല്ലേ. സൗന്ദര്യം കൊണ്ടായിരിക്കും. അതെ, തന്നെയല്ല ഇങ്ങനെയും പറയും, പുൽമേടുകളുടെ നാടെന്നും പറയും. ഈ മഞ്ഞുകാലത്ത് വണ്ടി പോകത്തില്ലാത്ത സമയത്ത് ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലം ഇതാ. ഇവിടെ ബ്ലോക്ക് ചെയ്യും പോലീസ്. എന്നാ വെച്ചാൽ മഞ്ഞ് വീണ് റോഡ് ബ്ലോക്ക് ആവുകയും പിന്നെ മഞ്ഞ് മാറ്റിയൊക്കെയാണ് പോകുന്നത്. ഈ ശ്രീനഗർ ലേ ഹൈവേ വർഷത്തിലൊരു 4-5 മാസം പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുന്ന ഒരു പാതയും കൂടെയാണ്. മഞ്ഞ് വീണിട്ടല്ലേ? മഞ്ഞ് വീഴ്ച മൂലം. ആ സമയങ്ങളിലൊക്കെ ശ്രീനഗർ ലേയുമായിട്ട് ഹെലികോപ്റ്ററിലോ ഫ്ലൈറ്റിലൊക്കെയോ മാത്രമേ പോകാൻ പറ്റുള്ളൂ, ബന്ധപ്പെടാൻ പറ്റുള്ളൂ. റോഡ് മാർഗം പോകാനേ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ള അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സോജില പാസിൽ ടണൽ നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു വർഷം കൊണ്ടോ അല്ലെ 2 വർഷം കൊണ്ടോ തീരുമെന്ന് തോന്നുന്നു പണി. ദ്രാസിലേക്ക് 59 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ബൾട്ടാൽ ഇത് ഈ നേരെയുള്ള വഴിയിലെ ടണൽ പണിയുന്നിടത്തോട്ടുള്ള വഴിയാണ്. ടണൽ ഓപ്പൺ ആയിട്ടില്ല. നമുക്ക് പഴയ വഴിക്ക് തന്നെ ഇപ്പം. ഇപ്പം ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. സിന്ധ് നദിയാണ് ഈ ഒഴുകുന്നത്. ഇവിടുത്തെ പണിക്കാരാന്ന് തോന്നുന്നു. ഇവർ ടെൻ്റ് അടിച്ച് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ കുഞ്ഞു പിള്ളേരൊക്കെ നടക്കുന്നത്. ചെറിയ പാർക്കൊക്കെ ഉണ്ടല്ലോ. പാർക്കുണ്ട്. ഇത് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചുള്ളതായിരിക്കാം. ടൂറിസ്റ്റുകൾ മാത്രമല്ല ഇതല്ലേ, സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരെ കൊണ്ടുവരുന്നുണ്ട്. ടൂർ വന്നേക്കുന്ന. ടണലിൻ്റെ പണി തീരുമ്പോൾ നമ്മൾ ആ പാലത്തേക്ക് കൂടെ പോകും, നേരെ ടണലിലേക്ക് പോയി കയറാം. പക്ഷേ ഈ മല കയറിയുള്ള പോക്കുണ്ടല്ലോ ഒരു അടിപൊളിയാണ്. നല്ല കാഴ്ചകളാണ്. മഞ്ഞുകാലത്ത് പറയുകയും വേണ്ട. കണ്ടോ പുൽത്തകടികളൊക്കെ കണ്ടോ? കഴുതകൾ മേഞ്ഞ് നടക്കുന്നു. കുതിര എന്ന് പറഞ്ഞാലേ ഒറിജിനൽ കുതിരയല്ല, കോവർ കഴുത എന്ന് വേണേലും പറയാം. അതെ, അങ്ങനെ പറയാം. അമർനാഥ് യാത്ര ഇവിടുന്നും പോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് നടന്നു പോവാം, സോനാമർഗിൽ നിന്നും പോവാം. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ഇതിനടുത്തുനിന്ന് തന്നെ കേട്ടോ. പുല്ല് പറിച്ചോണ്ട് വരുന്നുണ്ടോ അവര്? മുകളിലത്തെ ആ മലയുടെ കളർ ഉണ്ടോ? വെയിൽ അപ്പുറേന്ന് അടിച്ചിട്ടേ പുല്ല് ഇഷ്ടം പോലല്ല ഇപ്പം. എന്താ എല്ലാരും പുല്ല് പറിച്ച് തോളല് കൂടെയുണ്ട് കേട്ടോ. ആ കൂടെ ഞാൻ ഇപ്പഴേ കണ്ടേ. ആ കൂടക്കകത്ത് നിറച്ച് പുല്ല തോളെ കൂടെ ഇങ്ങനെ കെട്ടിയിട്ടേക്ക് പുറകോട്ടിട്ടേക്ക. നെയ്റ്റ് ഉണ്ടെങ്കിലും അങ്ങനെയാണ് നോർത്ത് ഈസ്റ്റിൽ എല്ലാരും നെറ്റിയാൽ കൂട്ടിയല്ലേ ഇടുന്നത്. അപ്പോഴേ ഇപ്പൊ അവിടെ വെച്ചേ നമ്മുടെ ഒരു ഫാമിലി മെമ്പറും ജവാനുമായ ഒരാളെ കണ്ടു. അപ്പൊ ചേട്ടാ എങ്ങോട്ടാന്ന് ചോദിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ സൈഡിലേക്ക് കണ്ടു. പിന്നെ നിർത്തി ഞങ്ങൾ സംസാരിച്ചു. മാവേലിക്കരക്കാരൻ ഒരാളാണ്, രഞ്ജിത്ത് എന്നാണ് പേര്. മെയിൻ ഡ്രൈവർ വരുമ്പോ ഉണ്ടല്ലോ, എവിടെ പട്ടാളക്കാരെ കണ്ടാലും അന്നേരം എന്നോട് എന്ന് ചോദിക്കും, മലയാളി ഉണ്ടോ എന്ന് ചോദിക്കും, മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. ഇല്ലെന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ചു വേറെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറയും. ആണ് കുറെ പേരെ കണ്ടില്ലേ. കാർഗിൽ 115 കിലോമീറ്റർ ഉള്ളൂ. ഇനി ദ്രാസി ചെല്ലുമ്പോ കാർഗിൽ കാണണമെന്ന് പറയുമോ പൊന്നു? കാർഗിൽ കാണണമെന്ന് പറയല്ലേ, ലേ കാണണമെന്നേ പറയുള്ളൂ. ലേയിലേക്ക് പോകണമെന്ന് പറയല്ലേ. ഇതെല്ലാം കണ്ടുപോകാലോ. വഴിക്കുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്ക് വഴിയിൽ ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ ക്യാബിനകത്ത് ഇടയില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറേ നിന്നോളാൻ പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ടൊന്നും യാത്രാ സൗകര്യം വളരെ കുറവല്ലേ. അല്ല ടിപ്പർ വരുന്നത്, ടിപ്പറെ നിറച്ച് പണിക്കാരാ. ഇത് വെക്കാറ് ഈ ടണൽവൻ്റെ വർക്കും റോഡിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നവരായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇവിടുന്ന് കയറാൻ പോവാണ്. ഡ്രൈവറോടാ കേട്ടോ പറഞ്ഞേ. കേട്ടു.
ഇവിടെ ഇപ്പൊ കാണാൻ പഹൽഗാം പോലെ ഉണ്ടല്ലേ? പഹൽഗാം ഇതിലും അടിപൊളിയാണെന്ന് എനിക്ക് ആ തോന്നുന്നത്. അതെ, കുറച്ചുകൂടെ ഈ പൈൻ മരങ്ങളൊക്കെ ഒരുപാടുണ്ട് അവിടെ. തിങ്ങി നിറഞ്ഞ. ആ ഇവിടെ കൊറേ ഭാഗത്ത് പുൽമേടുകളല്ലേ, അവിടെ കൂടുതലും മരങ്ങളല്ലേ. അതുകൊണ്ടോ അവിടെ ഒരു അത് ടണലിന്റെ എന്തോ പരിപാടിയാന്ന് തോന്നുന്നു താഴെ നടക്കുന്നത്. വാലി എ ഹെഡ് ഗോ സ്ലോ. ഗോ സ്ലോലി. സ്ലോലി. ദൂരെ നിന്നത് കണ്ടില്ല. ഇതേ ഇവിടെ 2 ബിൽഡിംഗ് പണിയുന്നുണ്ട്. മിക്കവാറും ഇത് റിസോർട്ടായിരിക്കുമെന്ന് തോന്നുന്നു. ഈ കുന്നിൻചെരുവിലെല്ലാം എന്ത് ആടുകളാന്ന് നോക്കിയാൽ അങ്ങോട്ട് നോക്കിയേ, ഉറുമ്പ് നിൽക്കുന്ന പോലെ. ആ കൂടെ നമ്മുടെ ജവാന്മാരും ഉണ്ട്. കുതിരയുണ്ട് കേട്ടോ ഇടയ്ക്ക്. അപ്പൊ ഇവിടുന്ന് ചെറുതായിട്ട് കയറ്റം തുടങ്ങി. മേലോട്ട് കുത്തനെ കയറ്റായിരിക്കും. ഇത് വലിയ കുത്തനെയൊന്നുമില്ല, സ്ലോപ്പായിട്ടുള്ള കയറ്റം. അത് കുറെ ഇങ്ങനെ മലയുടെ ചെരുവിൽ കൂടി ഇങ്ങനെ കയറി 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 അങ്ങ് പോവാ. ഓരോ മല മാറി മാറി കയറി അങ്ങ് പോകും. ലോഡില്ലാത്തോണ്ടേ ഓടിക്കാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ മെയിൻ ഡ്രൈവർ വെച്ച് പാട് വെട്ടേനെ. ലോഡുണ്ടേലും അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ലല്ലോ. ലോഡുണ്ടെ കുറെ സമയം എടുക്കും നമ്മൾ അങ്ങ് കയറി ചെല്ലാതെ. കാലുവണ്ടിയാണെ ശാലം നേരത്തെ കയറി ചെല്ലും, ലോഡ് വണ്ടിയാണെ ശാലം താമസിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. നല്ല സമയം എടുക്കും. ഇതണ്ട ഇങ്ങനെ മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് മലയ്ക്ക് ചുറ്റി അങ്ങ് കയറി പോകണം. ഇത് കഴിയുമ്പോൾ അടുത്തൊരു മല കയറും, അടുത്ത മല കയറും, അങ്ങനെ അങ്ങനെ. ആ മലയുടെ സൈഡിലൊക്കെ സൈഡിൽ കണ്ടോ, അവിടെയൊക്കെ പുല്ലൊന്നും ഇല്ലല്ലോ. അത് ഈ ഐസ് മാറിയതല്ലേ, ഐ മീൻ ഉരുകി മാറിയതല്ലേ. മഞ്ഞിപ്പോ അവിടെ നിന്ന് ഉരുകി മാറിയിട്ടേ ഉള്ളൂ. അതാ അത് കുറച്ചാൾ കഴിയുകയാണെങ്കിൽ അവിടെ പുല്ല് കിളക്കും. പക്ഷെ അതൊരു ഭംഗിയുണ്ടല്ലേ ദൂരെ നോക്കുമ്പോ. അതിന് വേറൊരു കളറല്ല, രസമുണ്ട്, ഒരു ഡിസൈൻ പോലെ. ഇവിടെയൊക്കെ എന്നാ പച്ചപ്പായെന്ന് നോക്കി. ഇവിടെയൊക്കെ മഞ്ഞുരുകി മാറിയിട്ട് കുറെ നാളായി. സത്യം പറഞ്ഞ അന്ന് വന്ന് ഐസൊക്കെ വീണ് കിടക്കുന്ന കണ്ടപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഭംഗി ഉണ്ടായിരിക്കുമെന്ന് ചിന്തിച്ചതേ ഇല്ല കേട്ടോ. രണ്ടുപേര് വഴി നിപ്പുണ്ട് കേട്ടോ. വഴക്കിട്ട് നിൽക്കാന്ന് തോന്നല്ലോ. അമ്മയും കുട്ടിയുവാ. അമ്മയും കുഞ്ഞും. നമ്മളെ ഉയരങ്ങളിലേക്ക് കയറി കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു. ആ മഞ്ഞ് കാണുന്ന സ്ഥലമില്ലേ, അവിടെയൊക്കെ നമുക്ക് പോകണ്ടെന്ന്. അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞ് കയറി കയറി അങ്ങ് പോവും. കയറി കയറി ആ സൈഡിൽ കൂടെ ആയിരിക്കും പോകുന്നത്. പോകുന്ന ഈ മലയുടെ അപ്പുറത്തൂടാന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ കയറി അങ്ങ് കയറി നിന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ എല്ലാം കാണാം. അത് കണ്ടില്ലേ, കോടമഞ്ഞ്. കോടമഞ്ഞെന്ന് പറയണം, ഞാനിവിടെ സ്നോ തപ്പിക്കൊണ്ടിരിക്കാം. മഞ്ഞ് എവിടെയെന്നും പറഞ്ഞിട്ട്. താഴെ എല്ലാം ഗ്രാമങ്ങളുണ്ട്, അതുണ്ടോ? അത് തന്നെയല്ല, അവിടെ ടെന്റ് ഹൗസുകളൊക്കെ ഉണ്ട്. അവിടെ പോയി നമുക്ക് സ്റ്റേ ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതെല്ലാം 12 വീലൊക്കെ കേട്ടോ. മുമ്പേ 14 വീലാണ് പറഞ്ഞോ അല്ലേ? അത് 14 വീലായിരുന്നു. മിഡ് വണ്ടിയും വരുന്നുണ്ട്, പക്ഷെ കൂടുതലും 6 വീലാ. ഇതല്ലേ, ഇതെല്ലാം 10 വീല്, 12 വീല്, 14 വീലൊക്കെ ആയി വണ്ടികളെല്ലാം കിടക്കുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ, നാളെ വൈകുന്നേരമോ നാളെ കഴിഞ്ഞൊക്കെ ലയിച്ചേക്കുള്ളൂ ഈ വണ്ടികൾ. എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കയറ്റം ഇങ്ങനെ കയറി കയറി പോകണ്ടേ, പതുക്കെ പതുക്കെ ബസ്സിലും സെക്കൻഡിലും മാത്രമേ പോകുള്ളൂ. കോട ഇറങ്ങുന്നതിന് മുമ്പ് മോളിൽ കയറി ചെല്ലണം കേട്ടോ. കോട ഇറങ്ങിയാൽ പിന്നെ ഒന്ന് ഈ കാഴ്ചകളെല്ലാം നഷ്ടമാവും. അങ്ങനൊന്നും പറയാൻ പറ്റിയല്ലേ. ഈ വഴി ഇങ്ങനല്ലേ വളഞ്ഞു തിരിഞ്ഞല്ലേ എത്തും. അപ്പൊ ഇവിടുന്നാണ് നമ്മുടെ സോജില സ്റ്റാർട്ട് ആകുന്നത്. മെയിൻ വളവളൊക്കെ ഇനിയാ വരുന്നത്. മഞ്ഞുകാലത്ത് ഇവിടെ മൊത്തം മഞ്ഞ് വാരി വിതറി നല്ല നല്ല രസമായിരുന്നു. നമ്മൾ ആദ്യം വരുമ്പോ 2 സൈഡ് നിറച്ച് മഞ്ഞായിരുന്നു. വ്യത്യസ്തമായ കളറുള്ള കല്ലുകളൊക്കെ കണ്ടോ. ഇത് ഇങ്ങനെ കൂടുതൽ ലഡാക്കിലേക്ക് മൊത്തം ഇതേപോലെ. നമ്മള് ജമ്മു ആൻഡ് കാശ്മീരൊക്കെ ഇപ്പൊ ഓടി തീരും, എന്നിട്ട് ലഡാക്കിലേക്ക് കയറും മോളിൽ ചെല്ലുമ്പം. പൈൻ ഫോറസ്റ്റുകൾ കാണാൻ തുടങ്ങി. ഇവിടെയൊക്കെ റോഡൊക്കെ പോയതായിരുന്നു തോന്നുന്നു. നോക്കി, മഞ്ഞുരുകിയ വെള്ളമാണ് വരുന്നത്. മഞ്ഞുരുകിയ വെള്ളം ഒഴുകി പോയതാന്ന് തോന്നുന്നു. മഴ പെയ്യുന്നതിനെക്കാട്ടിൽ മഞ്ഞുരുകിയ വെള്ളം വരുവായിരുന്നു. ഇതിങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ പോവാ. നോക്കിയാ മുകളിലോട്ട്, ആ മുകളിലൊക്കെ വഴിയാ നമുക്ക് കയറിപ്പോണ്ട വഴിയാ കേട്ടോ. നമ്മള് വന്ന വഴിയാ കണ്ടോ. കണ്ടു കഴിഞ്ഞാൽ പേടിയാവും, പാറ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ ഒന്ന് ഈ വഴി നന്നാക്കിയല്ലേ. വഴിയൊക്കെ നന്നാക്കുന്ന ഒന്ന് ഈ എപ്പോഴും മഞ്ഞ് വീണ് കിടക്കുന്ന വഴിയല്ലേ, വെള്ളമല്ലേ എപ്പോഴും, അങ്ങനെ പോവും. പിന്നെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവും, അങ്ങനെ പോകും. കാര്യമില്ല, അതാണ്. ഈ ടണലൊക്കെ വരുമ്പോ പിന്നെ വലിയ കുഴപ്പമില്ല. ടണലിൽ കൂടെ നേരെ അങ്ങ് ചെന്നിറങ്ങാലോ അപ്പുറത്ത്. ഇതുണ്ടോ അങ്ങ് നോക്കി വണ്ടി പോകുന്നുണ്ടോ അങ്ങാലെ, മോളിൽ കൂടെ വണ്ടി പോകുന്നുണ്ടോ. അതിലേ നമുക്ക് പോകണ്ട, നടന്നേ പോവുള്ളൂ. സൈഡുള്ളിടത്ത് നമുക്ക് കയറിപ്പോവാം. ഈ കല്ലിരിക്കുന്നുണ്ട്, ഇതുണ്ടോ അടുക്കായിട്ടുള്ള പാറയാ. ഇപ്പം അടം താഴേക്ക് വീഴുമെന്ന് തോന്നും കണ്ടാല്. അവിടെ എല്ലാം ഇടിഞ്ഞിരിക്കുക കേട്ടോ സൈഡ്. പേടിയുണ്ടോ ഓട്ടേക്ക്?
ഏയ് ആശാനിരിക്കുമ്പോ നമുക്കെന്ത് പേടി. നിക്കാൻ വളവ് അതൊക്കെ പോയാ മതി നിക്കാനാ പുള്ളി പറഞ്ഞേ. ഇങ്ങനെയുള്ള വഴി വന്ന് നമ്മൾ ധൃതി വെക്കാൻ പാടില്ല, പതുക്കെ പോവാ. അത് കറക്റ്റ്. അത് ആശാൻ തന്നെ കൊടുക്കുന്ന ഒരു ഉപദേശമായി പോയല്ലോ. ബൈക്കുകാർക്കാ പാട്, ഇതിലെ തെന്നി വീഴും. ഇതുണ്ടോ ചെറിയ ഈ മെറ്റലിട്ടേക്കുന്നോണ്ടേ. പിന്നെ അങ്ങോട്ട് നോക്കി, അതുണ്ടോ അങ്ങ്, അതെല്ലാം നമുക്ക് പോകേണ്ട വഴിയാ. ആ ഉറുമ്പ് പോകുന്ന പോലെ ഒരു കാർ അതിലേ പോകുന്നുണ്ട്. ഇത് നല്ലൊരു വളവാ. അവിടെ വഴി പണി നടക്കുക. വലിയ പണിയൊന്നുമല്ല, ചുമ്മാ ഇപ്പോൾ വാരി നിരത്ത്. അതുകൊണ്ട് അതിലേ നമ്മളിപ്പോൾ കയറി വന്നേ, വണ്ടി ഇറങ്ങിപ്പോന്നേണ്ട. എന്നാ പെട്ടെന്ന് നമ്മൾ ഇത്രയും പൊക്കത്തിലെത്തി അല്ലേ. കുറച്ച് ദൂരം ഇങ്ങോട്ട് ഓടിയതേ ഉള്ളൂ. തെലുങ്കാന വണ്ടിയാണല്ലോ. ബൈക്ക് റൈഡേഴ്സ് കുറച്ച് പേര് പോയിട്ടുണ്ടല്ലേ. കുറേ പേര് പോയിട്ടുണ്ട്. സൈഡിൽ നിന്ന് താഴോട്ട് നോക്കിയാലേ നേരെ കുഴിയിലാണ് റോഡുകൾ കാണുന്നത്. പിന്നെ നമ്മൾ അങ്ങ് ഈ മലയുടെ അപ്പുറത്തു നിന്നാണ് വന്നത്, സോനാമാർഗ് അവിടെ നിന്ന് വന്നിട്ടുണ്ടോ, ഇതിലേ വന്ന് താഴെക്കൂടെ. ഓക്കെ, എന്നാ രസമല്ലേ. അതെ, കാറ്റുണ്ട് കേട്ടോ, ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. ചെറുതായിട്ടല്ല, ഒരു നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഇവിടെ. ഇപ്പൊ മുകളിലേക്ക് ചെല്ലുമ്പോ എന്നായിരിക്കും. അതെ, ലഡാക്കിന്റെ ലക്ഷറി കോച്ചാണല്ലോ, ലഡാക്ക് ലക്ഷറി കോച്ച്. ലഡാക്കിന്റെ രജിസ്ട്രേഷൻ നമ്മൾ താഴെ നിന്ന് കണ്ട 14 വീല് വണ്ടിയാ. നമ്മുടെ വണ്ടി കാലി ആയതുകൊണ്ടേ പതുക്കെ പോകാൻ പറ്റുള്ളൂ. അതെ, ചാടി ചാടി. അതെ, കുതിരപ്പുറത്ത് പോകുന്ന പോലെ അങ്ങ് പോവാം. കല്ലൊക്കെ ഉരുണ്ട് വീഴുന്ന, മുകളിൽ നിന്ന് വരുന്ന ഇത് കേട്ടോ. ഇതൊക്കെ ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ടോ ഇവിടെ ഒക്കെ. ഇതുണ്ടോ നിൽക്കുന്ന ഇപ്പൊക്കെ ഇടിഞ്ഞ് പോരുമെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. ആണോ ഇവിടെയൊക്കെ ഇടിഞ്ഞ് വീഴുന്നതോ? അതെ അതെ, ഇടിഞ്ഞ് വീണിട്ടുള്ളോ കേട്ടോ. ആ, ഇവിടെ ഒരു ശിവമന്ദിറുണ്ട്. എന്നാ മലയാന്ന് നോക്കിയാൽ മുകളിലേക്ക്. ഇത് കണ്ടു കഴിഞ്ഞാലേ മെറ്റല് കൂട്ടിയിട്ടേക്കുന്ന പോലെ. പക്ഷെ ഇതൊക്കെ ഈ പൊടിക്കല്ലൊക്കെ ഉരുണ്ട് വരുമെന്നേ. ഇത് എന്നാ പൊക്കത്തില്ല. ചെറിയൊരു തരിക്കല്ലാണേലും വന്ന മേത്തൊക്കെ വീണ ഭയങ്കര പ്രശ്നമാണ്. ഇത്രയും മോളിൽ നിന്നല്ലേ വരുന്നേ. ഇവിടെ ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്. ചായ കുടിക്കുന്നോ? ഓ, ചായ നമുക്ക് മോളിൽ പോയി കുടിക്കാം. അവിടെ നിന്ന് ഇത് കോരി മാറ്റുന്നുണ്ടല്ലോ. ടണലിന്റെ പണി വല്ലോ ഇവിടെ നിന്ന് തുടങ്ങാനാണോ? കണ്ടോ, ഒത്തിരി മുകളിൽ കണ്ട മലയാ ഇത്. അപ്പൊ നമ്മളൊരു പകുതിക്ക് മുകളിൽ കയറി വന്നെന്ന് തോന്നുന്നു ഹൈറ്റിൽ. അപ്പൊ നേരെയല്ലേ കാണുന്നേ. ഇവിടെ എല്ലാം ഈ കട്ട ഇട്ടേക്ക, അത് പോയി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര കുരുക്കം അല്ലേ. അതെ, ഇതുണ്ടോ, ഇത് ഇവിടുന്ന് ഇടിഞ്ഞു വീണ ഈ കല്ലെല്ലാം. ഇതെല്ലാം ഇടിഞ്ഞു വീണതാ. അതെ, താഴോട്ട് പോരുക. ആ, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. ഇവിടെയൊക്കെ മഞ്ഞ് മൂടി കിടക്കുമ്പോഴേ കാണാൻ ഒന്നുകൂടെ ഭംഗിയും തോന്നും. ഇതിനെക്കാട്ടിൽ അടിപൊളിയാ അന്നേരം കാണാൻ അല്ലേ. ഈ പുല്ലെല്ലാം ആയിക്കഴിഞ്ഞാൽ നല്ലതാ. ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ടല്ലേ ഉള്ളൂ. ഇപ്പം മഞ്ഞുരുകി തീർന്നതേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും. അവിടെ ഒരു വണ്ടി ട്രെയിലറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുണ്ടോ, ഇതെന്താ ബ്രേക്ക് ഡൗൺ ആയതാ. ആ വളവിന് തന്നെ വന്ന് ബ്രേക്ക് ഡൗൺ ആയി കിടക്കും. ഓ, ഇവിടെയൊക്കെ പെട്ടുപോയാൽ വലിയ പാടുപെടും കേട്ടോ. പാണിക്കാരൊക്കെ വരണമെങ്കിൽ ശ്രീനഗറിൽ നിന്നൊക്കെ വരത്തുള്ളൂ. എനിക്ക് കറക്റ്റ് ഒരു വണ്ടി പോകാനുള്ള ഇടയേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടി വലിക്കാതെ കിടക്കുക, കയറ്റത്ത് വലിക്കാതെ കിടക്കുക. അപ്പോൾ അതിൻ്റെ ക്രെയിനല്ല JCB ഏതാണ്ട് വിളിച്ചിട്ടുണ്ട്. അത് വന്ന് വലിച്ച് കയറ്റണം. 40 ടൺ ലോഡുണ്ട്. ഡ്രൈവർ ഒരാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. പുള്ളിയുടെ ഈ വെള്ളമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും ബിസ്ക്കറ്റൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ പുള്ളിക്ക് കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊടുത്തു. ഇവർ 4 വണ്ടി ഒരുമിച്ച് വന്നാ 3 വണ്ടി കയറിപ്പോയി. ഇവരുടെ വണ്ടി മാത്രം വലിച്ചില്ല. ഇത് പഴയ വണ്ടി അയച്ചത്. അതുകൊണ്ട് ഇനിയിപ്പം JCB വന്ന് വലിച്ചു കയറണം അവിടെ. സൂര്യനെ കാണുന്നില്ലോ. നമ്മൾ അവിടെ സോനാമാർഗ് വന്നപ്പോഴത്തേക്കും നല്ല വെയിലായിരുന്നു. സൂര്യൻ എനിക്ക് തോന്നുന്നത് ഈ മലയ്ക്ക് അപ്പുറത്തെ സൈഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പുറേ കാണുമല്ലേ. ആ മലയുടെ സൈഡിൽ കൂടെ നമുക്ക് പോകണ്ടോ, ലോറി പോകുന്നുണ്ടോ. ഇത് ഇവിടെ എല്ലാം മഞ്ഞുരുകിയ വെള്ളം ഒഴുകിയ പാട് കണ്ടോ. അത് മഞ്ഞുരുകിയ വെള്ളം വന്ന പാടാ. മഞ്ഞുരുകി തീർന്നിട്ടില്ല. ഇതുണ്ടോ, ഇപ്പോഴും വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഇതെല്ലാം മഞ്ഞുരുകിയ വെള്ളം തന്നെയാണ്, മഴ പെയ്തിട്ടുള്ളതല്ല. മോളിൽ നിന്നുള്ള മഞ്ഞുരുകി ഇങ്ങ് വരുന്നതല്ലേ. ആ, ഇത് കണ്ടോ, ക്രഷറിൽ നിന്ന് മെറ്റിലെടുത്തിട്ടേക്കുന്ന പോലെ കിടക്കുന്ന നോക്കിയേ. ചുമ്മാ കോരിക്കൊണ്ടേ ഇട്ടാൽ മതിയല്ലേ. അതെ, ഇതേ ആ കിടക്കുന്നേ, അത് റോഡിൽ മഞ്ഞ് വീഴുമ്പോൾ തള്ളി നീക്കുന്ന സാധനം. അത് തള്ളി നീക്കുന്ന മിഷൻ. മുകളിലെല്ലാം കോട ഇറങ്ങി. നമ്മൾ കയറി വന്ന വഴിയാണ് ഈ കാണുന്നത്. നോക്കിയേ,
എന്നാ രസമാണെന്ന് നോക്കിയാൽ മലയുടെ സൈഡിൽ കൂടെ മൊത്തം വഴി ഉണ്ടോ, അങ്ങ് തൊട്ട് വന്ന വഴി ഇവിടെ വന്നാൽ കാണാം. കണ്ടോ, മുന്നോട്ടുള്ള വഴി ഇതുപോലെ തന്നെ പാറ കട്ട് ചെയ്ത് തന്നെയുള്ള വഴിയാണ്. ലോഡ് വണ്ടിക്കാരല്ല, നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയല്ലോ. സാറിന് ലോഡും വണ്ടിയാ പോവാൻ താമസം. കണ്ടോ, ഇവിടെ എല്ലാം കല്ലൂരിന് വീഴുന്ന മുകളിൽ നിന്ന് വരുന്ന അല്ല ഇതല്ല. അതെ, പാറ നിൽക്കുന്നുണ്ടോ? ഇതും ഇതേന്നും നടന്നു വീഴുന്നുണ്ട്. ഇതുണ്ട് ഈ താഴെ കിടക്കുന്നതൊക്കെ. ഇതേ നടന്നു വീഴുന്ന. അത് ഇവിടെ ഒരു ഐ ലവ് സോജില എന്നുള്ളൊരു ബോർഡൊക്കെ ഉണ്ട്. വ്യൂ പോയിന്റാ. വ്യൂ പോയിന്റ്. അവിടെ നിർത്തിയാൽ നമുക്ക് ഫോട്ടോ എടുക്കാം. പക്ഷേ കാർ അവിടെ നമുക്ക് സ്ഥലമില്ല, ഇടയില്ല. നമ്മൾ ക്യാരവൻ കൊണ്ട് വന്നപ്പോഴേ ഇവിടെ കയറിയിട്ട് നമ്മൾ ഫോട്ടോ എടുത്താ. അന്ന് ആരും ഇല്ലായിരുന്നു. ഇതുണ്ട്, ഇതിൻ്റെ അടിയിലേ ഇവിടെ ഈ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കല്ല് അവിടെ വീഴാൻ സാധ്യതയുള്ള സ്ഥലമാണ് താനും. കടകളൊക്കെ ഉണ്ട്. ഇവിടെ അവിടെ നിന്നാണല്ലോ സിന്ധു നദി ഉത്ഭവിക്കുന്നത്. വെയിൽ പോയി കേട്ടോ എന്നാണേലും. അപ്പോൾ നമ്മളെ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് നേരെ നമ്മൾ ലഡാക്കിലേക്ക് കയറാൻ പോവാണ്. ഇത് ബോർഡറായത്. ഇവിടെ തൊട്ട് ഇനി ലഡാക്കാണ്. മുകളിലൊരു കുറച്ച് ഐസും കൂടെ മഞ്ഞും കൂടെ സ്നോയും കൂടെ അവശേഷിക്കുന്നുണ്ട്. താമസിയാതെ അതുകൂടെ ഉരുകിത്തീരും. അത് കാണുമ്പോൾ കോട്ടൺ ക്യാൻഡി പോലെ ഉണ്ട്. ഉരുകുന്ന വെള്ളം, മഞ്ഞുരുകുന്ന വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം ഏകദേശം മഞ്ഞുരുകി തീർന്നു. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട്. തണുപ്പ് വരാൻ തുടങ്ങി. നല്ല തണുപ്പുണ്ട്. വെൽക്കംസ് യു ടു ലഡാക്ക്. യു ആർ ഹിയർ അറ്റ് ദ 0 point. നിയർബൈ ടൂറിസ്റ്റ് അട്രാക്ഷൻസ്. മീനാമാർഗ് 15 കിലോമീറ്റർ, ദ്രൗപദി കുണ്ട് 21 കിലോമീറ്റർ, മുഷ്കു വാലി 40 കിലോമീറ്റർ, ദ്രാസ് 42 കിലോമീറ്റർ, മൻമാൻ ടോപ്പ് 49, വാർ മെമ്മോറിയൽ ദ്രാസ് 54 കിലോമീറ്റർ, ബിംപത്താർ 56 കിലോമീറ്റർ. ആ മലയുടെ മുകളിലേക്ക് നോക്കിയേ. അതെ, കോട ഇറങ്ങി. പക്ഷെ അവിടെ ചെറിയൊരു സൂര്യൻ്റെ ചെറിയൊരു വെട്ടമുണ്ട് കുറച്ച് ആ സൈഡ്. വേഗം ചെന്നാൽ ചിലപ്പോൾ സൂര്യനെ കാണാം. ലോറികളൊക്കെ അങ്ങ് അകലേന്ന് വരുന്നുണ്ടോ. അപ്പോൾ ഗർക്ക് എത്ര? മീനാമാർ. മീനാമാർ അതേതാ? മീനാമാർ അതല്ലേ മീനാമാർഗ്. 15 കിലോമീറ്ററോടെ ഉണ്ട്. അപ്പോൾ ഇതാണ് 0 point. അപ്പോൾ ഇനി നമ്മൾ ലഡാക്കിലൂടെ അങ്ങനെ 66 ആദ്യമായി ലഡാക്കിൽ കാലുകുത്തി. ടയർ കുത്തി. ടയർ കുത്തി. അത് തന്നെ. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ലോറിയും കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന്. ലോറിയും കൊണ്ട് ഇനിയും വരണം. അതെ, ഇനി ലോഡുമായിട്ട് വരണം. പിന്നെ നമ്മുടെ മെയിൻ ഡ്രൈവർ ഇല്ലാതാണ് 66 ലഡാക്കിലേക്ക് വന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. മെയിൻ ഡ്രൈവറിന് ഇത് കാണുമ്പോൾ ഒരു വിഷമമാവുമല്ലോ. അതെ. ഇവിടെ കാർഗിൽ 96 കിലോമീറ്റർ, ലേ 326 കിലോമീറ്റർ. കിലോമീറ്റർ അങ്ങ് മറിയുന്നില്ല അല്ലേ. You are standing at the Sojila Pass, 7,649 feet. ആടുകൾ കുറവല്ലേ? ഇത് നല്ല ഇഷ്ടംപോലെ ആടുകളുണ്ട് കേട്ടോ. അപ്പുറത്തോട്ടെല്ലാം ഉണ്ട്. അത് പലയിടത്തായിട്ട് നിൽക്കുന്നതുകൊണ്ട് തോന്നുന്നു. അതെ. ലഡാക്കിൻ്റെ ഒരു ഗോപുരം ഇവിടെ പണിയുന്നുണ്ട്. പണി തീർന്നിട്ടില്ല, പണി നടക്കുന്നേ ഉള്ളൂ. പണി തീർന്നു കഴിയുമ്പോൾ നല്ലതായിരിക്കും. ഇതുണ്ട് ആട്ടിടയന്മാർ താമസിക്കുന്ന ടെന്റുകൾ. അതൊക്കെ ഇവർ അകലെ നിന്നൊക്കെ വന്നുണ്ടല്ലോ. ഇവിടെ ഈ പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് ആടിനെ തീറ്റാൻ വേണ്ടി മാത്രം ഇവിടെ വന്ന് ഇങ്ങനെ താമസിക്കുന്ന. അതല്ലേ. മഞ്ഞുകാലത്ത് ഇവിടെ ഉണ്ടാവില്ല, പോവും. ദൂരെ നിന്നൊക്കെ വരുന്നവരായിരിക്കും. മഴ പെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഇവിടെ ഒരു മന്ദിറുണ്ട്, പ്രാചീൻ ശിവമന്ദിർ. കുറച്ച് ടാങ്കും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ചെറിയൊരു വാർ മെമ്മോറിയൽ ആണെന്ന് തോന്നുന്നു. അതെ, സോജില വാർ മെമ്മോറിയൽ. അതെ, സോജില വാർ മെമ്മോറിയൽ. സിന്ധു നദിയാണോ ഇത്? ആയിരിക്കാമല്ലോ. അല്ലല്ല, സോജില അല്ല, സിന്ധു നദി താഴേക്ക് പോയി. അതെ. ഇത് മിക്കാറുമേ ഇൻഡസ് നദിയിലേക്കൊക്കെ ചെല്ലുന്ന അതിൻ്റെ പോഷക നദി ഏതെങ്കിലും ആയിരിക്കാം. ഇവിടെ നല്ല തണുപ്പുണ്ട്. എല്ലാവേ എന്നാ ഒഴുക്കാൻ നോക്കിയാൽ മഴ പെയ്ത പോലല്ലേ വെള്ളം പാഞ്ഞു പോകുന്നേ. പക്ഷേ ഇത് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. ഇതുണ്ട്, അവിടുന്ന് വരുന്നുണ്ട്. അവിടെയൊക്കെ കാർ ഇറക്കിക്കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇറങ്ങിപ്പോവാം. വളരെ മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ ബാഗിക്ക് പിന്നെ നമ്മുടെ കുട കൊടുത്തു. പിന്നെ ഈ ക്യാബിൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് അങ്ങനെ വെള്ളം അങ്ങോട്ട് അടിച്ച് ചെല്ലുകയല്ല. ഇവിടെ മഴ പെയ്യുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. മഴ പെയ്യുമ്പോൾ നല്ല മഴ പെയ്യുമായിരിക്കും. തുള്ളികളൊക്കെ വലിയ വലിപ്പമുള്ള തുള്ളികളാണ്. നല്ല തണുപ്പും. ഇതുണ്ട് താഴത്തെ അതൊരു ആട്ടുംകൂടാ. താഴെ കണ്ടോ ചെറിയൊരു തടിപ്പാലം. അതുകൊണ്ട് ആ ഇടയന്മാരവിടെ താമസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അങ്ങോട്ട് നദി കടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. നോക്കിയാൽ നല്ല ഒഴുക്കായി അവിടെ.
കണ്ടോ ഇവിടെയും ഇടയന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടോ, അത് മഴ ചെറുതായിട്ട് ചാറിയപ്പോഴത്തേനും എല്ലാവരും കൂട്ടിക്കയറി. ഇവിടുന്നും എല്ലാം ഓരോ അരുവി വന്ന് ചേരുന്നുണ്ട് ഇതിലേക്ക്, നദിയിലേക്ക്. അങ്ങനെ നദി വലുതായി അങ്ങ് ഒഴുകി പോവാണ്. ഇവിടുന്ന് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം വേണം എടുത്ത് വെക്കാം നമുക്ക് കേട്ടോ. പാത്രം കഴുകാനൊക്കെ എടുത്തേക്കാം. കുടിവെള്ളം അല്ലെങ്കിൽ എടുത്ത് പാത്രം കഴുകി തീർക്കും. കിളി ബക്കറ്റ് എടുത്തോണ്ട് പോയി ഒരു ബക്കറ്റ് വെള്ളമൊക്കെ പിടിച്ചു പോയി. ബക്കറ്റ് എടുത്ത് വെള്ളം പിടിച്ച് വഴുതി അടിക്കാത്തോണ്ട് വെക്കണം. അതൊന്നും എടുക്കാൻ പറ്റില്ല, വെയിറ്റ് ആണ്. പിന്നെ ഒരു കാര്യം ചെയ്യും, ചെറിയ ബക്കറ്റ് ഇരിപ്പുണ്ട് പുറയിലത്തെ പെട്ടിക്കകത്ത്, അതിനകത്ത് പിടിച്ചോണ്ട് ഒഴിച്ചാൽ മതി. എളുപ്പമുണ്ടല്ലോ. ഈ വലിയ ബക്കറ്റിലേക്ക് ഒഴിച്ചാൽ അത് കുഴപ്പമില്ല. എന്നാ ഇതിനകത്ത് കൊണ്ടുപോകും, വലിയ ബക്കറ്റ് കൊണ്ടുപോകും. അങ്ങനൊക്കെ പറഞ്ഞെങ്കിലും മെയിൻ ഡ്രൈവർ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ സഹായിക്കാൻ. നമ്മുടെ കിളിയല്ലേ, മേടിക്കാൻ പറ്റുമോ? ഇതിന് വെയിറ്റ് ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാ. വണ്ടി വരുന്നു അങ്ങോട്ട് പോകാൻ കുഴപ്പമില്ല, ആ വെള്ളം കളഞ്ഞിട്ട് പോകും. ഇതെന്തിനാ ഇത് അങ്ങോട്ട് ചോന്നോണ്ട് കൊണ്ടുപോകുന്നത്? അത് കളാ. കുളിക്കാൻ നല്ല സൗകര്യമാണ്. നോക്കിയേ, ഐസ് പോലത്തെ വെള്ളവും. ആ മുകളിൽ കണ്ടോ, മഞ്ഞൊരുകി തീർന്നിട്ടില്ല. വെറുതെ ഇത്രയും വെള്ളം. അതല്ലേ അവിടെ വെള്ളം ഒഴുകി വരുന്നത്, ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൊരുകി വരുന്നതാണ്. അവിടെ ഇഷ്ടം പോലെ മഞ്ഞുണ്ടല്ലോ. ഇഷ്ടം പോലെ ഉണ്ട് മുകളിൽ. ഇപ്പം ബക്കറ്റിനകത്ത് വെള്ളം വീഴുന്നില്ലേ? ഒന്നുണ്ട്, കാറ്റടിക്കുമ്പോൾ മാറിപ്പോന്നാ. അതെ, ഒരു വണ്ടി വന്ന് റിവേഴ്സ് കയറി വന്നു, കഴുകാനാന്ന് തോന്നുന്നു. ഇതേ ടാറ ലോഡ്, എന്തിനാണെന്നറിയത്തില്ല. പുള്ളി ഇത് നനച്ചോണ്ട് പോയോ ഇവിടുന്ന്. എന്തിനാന്ന് ചോദിച്ചിട്ട് കുഴപ്പമില്ല വെറുതെയാന്ന് പറഞ്ഞു, എന്താണെന്നറിയില്ല. വെള്ളമൊക്കെ നിറച്ചു കണ്ട പോന്നു. ഇതെല്ലാം ആട്ടിടയന്മാരുടെ വീടുകളാണ്. നല്ല കാറ്റുമുണ്ട്, തണുപ്പുമുണ്ട്. പണ്ട് ഇവിടെ എല്ലാം ഇരുമ്പ് പാലമായിരുന്നു കേട്ടോ, ചെറിയ പാലങ്ങളായിരുന്നു. അവിടെ എല്ലാം വലിയ പാലം പണിതു. അവരൊക്കെ കമ്പിളിയൊക്കെ പോസാണ് നിൽക്കുന്നത്. കാറ്റല്ലേ നല്ലേ. ഈ റോഡിലൊക്കെ ഉണ്ടോ ഈ ടാറിങ് എല്ലാം പൊളിച്ചിട്ട് ഇവിടെ ഈ കട്ട നിർത്തിയേക്കുന്ന. വെള്ളം ഉള്ളപ്പോൾ ടാറിങ് നിൽക്കത്തില്ല, അതായിരിക്കും. വെള്ളം എപ്പോഴും വെള്ളം വീണേ, മഞ്ഞ് വീണേ, ടാറിങ് പോവും. അതുകൊണ്ടായിരിക്കും കട്ട വിരിച്ചേക്കുന്നത്. ചെന്നിക്കേ, ഇപ്പം നമ്മുടെ ബായി എവിടെ ഇറങ്ങാം, ഇല്ലെങ്ങാണ്ട് നടന്ന് കയറി പോകണമെന്ന് പറഞ്ഞ വീട്ടിൽ. ഫോൺ നമുക്ക് ഏൽപ്പിച്ചായിരുന്നു ചാർജ് ചെയ്യാൻ വേണ്ടി. घर कहाँ है? घर पीछे, इधर पीछे नाला। इधर से जाना पड़ेगा? कितना दूर? अच्छा, जाना बहुत दूर हो गया। इधर होएगा ना डेरा एक, उसके पास। कितना दूर जाना पर? 1.5-2 घंटा का। 2 घंटा? 2 മണിക്കൂർ ഇനി നടന്നു പോകണമെന്ന് ഇവിടുന്ന്. അയ്യോ, 2 घंटा चल के जाना है? 2 മണിക്കൂർ ഇതേ നടന്ന് ഈ തണുപ്പ് അടിച്ച് ഈ കാറ്റ് അടിച്ച് പോവാന്ന് പറഞ്ഞു. പുള്ളി ഭയങ്കര സന്തോഷമായി, വണ്ടി നോക്കി നിൽക്കുകയായിരുന്നു. കിരായ നെയ്യേ പൈസ എത്ര വെച്ചേ? പൈസ ഒന്നുമില്ല. ആ മഞ്ഞ് വീണ് കിടക്കുന്നില്ലേ, എന്താ അങ്ങ് മഞ്ഞ് വീണ് കിടക്കുന്നത്? ആ മഞ്ഞ് വീണ് കിടക്കുന്ന മലയുടെ അപ്പുറയാണ് പുള്ളിയുടെ വീട്. അത്ര ദൂരം? ഇതിലെ നടന്ന് കയറി ആ മല വരെ. പിച്ചേ 2 घंटे में 2 മണിക്കൂർ. ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ? ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ തണുപ്പത്തും കാറ്റത്തുവേ നടന്നു പോവാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ടീക്കേ, ഓക്കെ. പുള്ളി എന്തോ സാധനങ്ങളൊക്കെ മേടിച്ചെല്ലാം ഒരു പാണ്ടക്കെട്ട് പോലെ കെട്ടി പുറത്തിട്ടേക്കാ. ഒരു കമ്പുണ്ട്, വടി. എന്തേലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതായിരിക്കും. എന്തായാലും അത്രയും ദൂരം നടന്നില്ലേ, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റിയല്ല. ആ മലയുടെ മുകളിലെല്ലാം മഞ്ഞുണ്ട്, ഇനി ഉരുകാനുണ്ട്. ഇവിടെ ഉണ്ട്, ഇതുണ്ട് ആ മലയുടെ ഇടയ്ക്ക് കണ്ടോ. അതെ, എല്ലായിടത്തും ഉണ്ട്. ദൂരമുള്ള മലകളിലൊക്കെ ഉണ്ട് മഞ്ഞ്. വെൽക്കം ടു കാർഗിൽ, യൂണിയൻ ടെറിട്ടറി, ലഡാക്ക്. പുള്ളി എവിടെ ചെന്നെന്ന് നോക്കാം, കാണാനില്ല, അങ്ങ് പോയി. അതെ, എന്നാലും പുള്ളിയെ സമ്മതിക്കണം കേട്ടോ. സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നവർ അങ്ങനെ ആന്നേ. അതെ, അതേ മാർഗമുള്ളൂ, വേറെ രക്ഷയില്ല. അതിലേ പോകുന്നുണ്ട്, കാണാല്ലേ നടന്നു. അതിലേ അങ്ങോട്ടാ പോകുന്നത്. അപ്പം നമുക്ക് വാ. തിരിച്ചോ ആഞ്ഞു തിരിച്ചോ. നല്ല വളവാ. ആ ട്രെയിലറേലേ കമ്പിയൊക്കെ കൊണ്ടുവന്നില്ലേ, ചിലപ്പോൾ അത് ഇങ്ങോട്ടോ ഇതിന്റെ വർക്കിനായിരിക്കുവേ, ടണലിന്റെ വർക്കിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അതെ,
അല്ലെ പാലത്തിൻ്റെയൊക്കെ വർക്കിന് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. താഴെ ലോറി കിടക്കുന്നുണ്ടോ, അതെല്ലാം സിമെൻറ്റും കൊണ്ട് വന്ന വണ്ടികളാണ്. കുറേ വണ്ടികളുണ്ടല്ലോ. അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്ന വണ്ടികളെല്ലാം സിമെൻറ്റ് ഇറക്കിയിട്ട് കിടക്കുന്നത്, ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്ന വണ്ടി ഇറക്കാനുള്ള വണ്ടികളല്ലേ? അതെ. മല തുറന്നതിൻ്റെ പാറകളാണ് ഈ കൊണ്ടിട്ടേക്കുന്നത്. അവിടെ ടണലിൻ്റെ പണി നടക്കുന്ന ആണല്ലേ, കരിമ്പാറയാണല്ലോ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാലേ ടാറിന്റെ കളർ അല്ലേ, ടാറിങ് ഇളക്കിയിട്ടേക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ അങ്ങനെ ആദ്യം ഓർത്തു, പക്ഷെ ഇത് പാറയാ. സോജില ടണൽ പ്രോജക്ട് വർക്ക് ഇൻ പ്രോഗ്രസ്. അതെ, അപ്പൊ ടാറിങ് വന്നപ്പോ കണ്ടോ എന്തൊരു ആശ്വാസം ഉണ്ടെന്ന്. ഒരു അനക്കം ഇല്ലാത്ത പോലെ, ഒഴുകിപ്പോന്ന പോലെ. അതെ അതെ, എന്നാ സുഖമാന്ന്. ഇവരെല്ലാം ഇവിടെ വന്ന് കുടിലടിച്ച് താമസിക്കുന്നവരെ, ടെന്റ് അടിച്ച്. തണുപ്പത്തല്ലേ, പക്ഷെ ഇവർക്ക് തണുപ്പ് വിഷയമല്ല കേട്ടോ. തണുപ്പിനുള്ള ഡ്രസ്സെല്ലാം ഉണ്ട് ഇവരുടെ കയ്യിൽ. ആ വീടിനകത്ത് നിന്ന് കൈ കാണിച്ചാണ്ടോ. പിന്നെ നമ്മൾ ആദ്യം ലഡാക്കിന് വന്നപ്പോഴേ ഇവിടെ ഇറക്കിയിട്ടാണ്, എൻഡവർ ഇവിടെ ഇറക്കിയിട്ടിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത്. എന്നതാ ഉണ്ടാക്കിയേ? മാഗി. അത് തന്നെ. ആകാശം മേഘാവൃതമാണ്. അല്ലെങ്കിൽ ഈ ആകാശം ഉണ്ടല്ലോ, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നിടത്തെ നല്ല കടും നീല കളറായതിന്. മഴക്കാറും ഉണ്ട്. ലഡാക്കിലേക്ക് മൊത്തം ഇതുപോലെ മലനിരകളാണ്. അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ആയിരിക്കും റോഡ്. എല്ലാ മലയുടെയും അടിവാരത്തൂടെ. പിന്നെ ഇടയ്ക്ക് മലയുടെ സൈഡിൽ കൂടെ കയറി ഇറങ്ങി പോകും. രണ്ട് സൈഡും മലയല്ലേ? അതെ. നടുക്കൊരു നദിയും കാണും. മധ്യാൻ 6 കിലോമീറ്റർ. ആടിനെ വിളിക്കുന്ന കേട്ടോ, ഇവരൊരു സൗണ്ട് പുറപ്പെടുവിക്കുന്ന കേട്ടോ. അതെ അതെ, അത് ആടുകൾ വരുന്നുണ്ട്. ആ അതെ, ആ താഴ്വാരത്ത് കണ്ടോ ആടും ആട്ടിടയന്മാരും ഉണ്ട്. അതിന് ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് വാ. നദി കലങ്ങി മറിഞ്ഞൊഴുകുകയാണ്. തീരത്ത് തന്നെ ആട്ടിടയന്മാരുടെ ടെൻറ്റുകളാണ്. ഇതെല്ലാം നല്ല ടെൻറ്റുകളാണ് കേട്ടോ. നമ്മൾ അന്ന് വന്ന ഭംഗിയല്ലേ ഇപ്പൊ ഇവിടെ, വേറൊരു ലുക്കല്ലേ, ഭയങ്കര വ്യത്യാസം. ഇതുണ്ടോ, ആ വഴിക്ക് നമുക്ക് പോകണ്ടേ. ആ പാലം കണ്ടോ ഞാൻ കാണുന്നേ, അതിലേ പോകണ്ടേ. ഇല്ല, ഇങ്ങനെ കറങ്ങിയാ വണ്ടി അങ്ങോട്ട് ചെല്ലുന്നത്. മോളിൽ കുതിരയുണ്ട് കേട്ടോ. അതൊക്കെ ഇവരുടെ തന്നെ ആയിരിക്കും, ഈ ആട്ടിടയന്മാരുടെ ആയിരിക്കും കുതിര. പിന്നെ കുതിര ഇവിടെ സവാരിക്കൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ഇല്ലത്. നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. എവിടെ പോയാന്നൊക്കെ ചോദിക്കുന്നത്. നമ്മൾ വഴിക്കണ്ട വണ്ടിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നു. ആ ട്രെയിലർ അവിടെ കിടന്ന വണ്ടിയാണെന്ന് തോന്നുന്നു, അതോ അതിന് മുന്നേ വന്ന വണ്ടിയാണോ? ഇതവിടെ കിടന്ന വണ്ടിയാണോ? ആ, കിടന്ന വണ്ടിയാന്ന് തോന്നുന്നു. അതെ, അവര് കെട്ടി വലിച്ച് കയറ്റി പോകുന്നു. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വന്ന് സമയമായി. അപ്പം നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പ് പോയേക്കാം. എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യണ്ടായി. അതെ, അന്ന് നമ്മൾ വരുമ്പോഴേ ഇവിടെ എങ്ങും ഒരു മനുഷ്യൻ പോലും ഇല്ല. ഒറ്റ മനുഷ്യനില്ല. മൊത്തം മഞ്ഞ് വീണ് കിടക്കുന്നോണ്ട് ആരുമില്ല. ഇപ്പം ഈ ആട്ടിടയന്മാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, മഞ്ഞുകാലം കഴിഞ്ഞോണ്ട്. വെൽക്കം ടു ലഡാക്ക്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, കാർഗിൽ ഡിസ്ട്രിക്റ്റ് കേട്ടോ. കാർഗിലേക്ക് ഇനി ദൂരമുണ്ട്. കാർഗിൽ ഡിസ്ട്രിക്റ്റ് പെട്ട സ്ഥലമാണ് ഇതെല്ലാം. ഇവരെല്ലാം ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കുന്ന റൈഡേഴ്സാണ്. KA4 വണ്ടികളാണ്. പഴയ ഒരു പാലം കണ്ടോ, പഴയ ഇരുമ്പ് പാലം. ഇരുമ്പും തടിയായിരുന്നത്. അവിടുന്ന് ചെറിയ നദി പോലെ തോന്നി. ഇവിടെ വന്നപ്പോൾ കണ്ടോ എന്നാ വലിയ നദിയായിരുന്നു. വെള്ളം ഒഴുകുന്നുണ്ടോ എന്തായാലും. ഈ ബ്രിഡ്ജിന്റെ പേരാ മീന ബ്രിഡ്ജ്. ബ്രിഡ്ജ് അല്ലേ? മീന 2 ബ്രിഡ്ജാണ്. ഇവിടെ വാഷ്റൂം ഒക്കെ ഉണ്ട്. വാഷ്റൂം പോകാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ അവിടുത്തെ കാറ്റ് കുറവുള്ളതുകൊണ്ട് ശകലം തണുപ്പ് കുറവുണ്ട്. തണുപ്പ് ശകലം കുറവുണ്ട്. കാറ്റില്ലാത്തതുകൊണ്ടാ. കാറ്റുണ്ട്. പിന്നെ ഒരു മെഡിക്കൽ പോസ്റ്റും ഉണ്ട്. അതുണ്ടോ, അതൊരു ഹോസ്പിറ്റലാണ്. അതിൽ ആർമിയുടെ ആണെന്ന് തോന്നുന്നു. അതെ അല്ലേ? അല്ലാതെ വേറെ ആരാ ഇവിടെ ഉള്ളത്? അതെ, ആരുമില്ല. ഇത് പിന്നെ കാർഗിൽ ഡിസ്ട്രിക്റ്റിന്റെ ഒരു വെൽക്കം ഗേറ്റ് ആണ്. അതെ അല്ലേ? ഈ വണ്ടിയൊക്കെ പോകുന്നത് കാണുമ്പോൾ എന്നെ രസമല്ലേ. കൂടെ കുഞ്ഞ് കളിപ്പാട്ടം പോലെ പോകുന്നു ലോറികളൊക്കെ. ഇവിടുന്നേ ഈ ലോറികൾ ഇത്രയും കിടക്കുന്നത് എന്നാന്നറിയോ, ഇവിടുന്ന് കോൺവോയ് ആയിട്ടാണ് ലോറികൾ വിടുന്നത്. ഇനി ഇപ്പൊ തൊട്ട് ഈ ടാങ്കറുകൾ ആദ്യം വിടും താഴേക്ക്. നമ്മൾ അവിടെ നിന്നുള്ള വണ്ടികൾ ഇപ്പൊ അവിടെ ബ്ലോക്ക് ചെയ്തു. നമ്മൾ ഭാഗ്യത്തിന് അന്നേരം കയറി പോന്നോണ്ട് നേരെ കയറി പോരാൻ പറ്റി. അപ്പം ഇനി ഈ വണ്ടികളെല്ലാം ഇപ്പോൾ ടാങ്കർ അങ്ങനെയുള്ള വണ്ടികളെല്ലാം വിടും. എന്നിട്ട് നാളെയാണ് മറ്റു വണ്ടികൾ താഴേക്ക് വിടുകയുള്ളൂ, സോനാമർഗിന് വിടുകയുള്ളൂ. അപ്പോൾ നമ്മൾ നാളെ വന്നില്ലെങ്കിൽ നാളെ കഴിഞ്ഞും പറ്റിയല്ല, ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്ന് തൊട്ട്, നാളെ എന്നാ പറഞ്ഞത്, ഇന്ന് വൈകിട്ട് തൊട്ട് വിടും കേട്ടോ താഴേക്ക്.
നമുക്കും പോയേക്കാം, ഇരുട്ടുന്നു. ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റി കാർഗിൽ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നമ്മൾ എൻട്രി ചെയ്ത് വേണം പോകാൻ. എല്ലാ വണ്ടിയും നിർത്തിയ ആൾക്കാർ അവിടെ ചെന്ന് എൻട്രി ചെയ്ത് വണ്ടി നമ്പരെല്ലാം പറഞ്ഞ് എൻട്രി ചെയ്ത് ഫോൺ നമ്പറും കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു, എന്നിട്ട് വേണം പോകാൻ. ലഡാക്ക് പോലീസ് പോസ്റ്റ് മീനാമാർഗ്. ഇവിടെ കിടന്ന വണ്ടിക്കാരില്ലാവേ അങ്ങോട്ടുള്ള ലൈൻ ഓപ്പൺ ആയതുകൊണ്ട് കണ്ടോ ധൃതി വെച്ച് എല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുക. ഇവരൊക്കെ ഇന്നലെ വന്ന് കിടന്നവരായിരിക്കും, ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് വന്ന് കിടക്കുന്ന ആൾക്കാരായിരിക്കും. ഡിസ്ട്രിക്ട് പോലീസ് ദ്രാസ്. വണ്ടിക്കാർ നിർത്താഞ്ഞിട്ടേ എല്ലാവരും ലാത്തിയും കൊണ്ടാണ് നിൽക്കുന്നത്. പറഞ്ഞാൽ നിർത്തിയല്ലോ, ധൃതി വെച്ച് എല്ലാവരും എടുത്തോണ്ട് പോരുമല്ലേ. കിടക്കുന്ന വണ്ടിക്കാരുടെ പോകാനുള്ള ധൃതി എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ. എന്ത് വണ്ടികളാണ് കിടക്കുന്നതെന്ന് നോക്കി. അതെ, അങ്ങനെ ധൃതി വെച്ചിട്ടും കാര്യമില്ലല്ലോ, പിന്നെ കിടക്കുന്ന വണ്ടി പോയാലേ പോകത്തുള്ളൂ. അതത്രേ ഉള്ളൂ. ഡാമിയൊക്കെ ആദ്യം LKG ചെന്ന് കേറിയിട്ട് വൈകുന്നേരം ആകുമ്പോ ഓടി വരൂല്ലേ തിരിച്ച് വീട്ടിൽ പോകാനുള്ളൊരു വെപ്രാളം കാരണേ എന്ന് പറഞ്ഞാലല്ലേ. എന്ന് പറഞ്ഞാൽ ഇവർക്കും വീട്ടിൽ പോകാനായിട്ടാ. ഭയങ്കര മഴക്കാറാ കേട്ടോ, അങ്ങോട്ട് നോക്കി. ഒരു ഇടിമിന്നിയായിരുന്നു കുറച്ചു മുമ്പ്. 1-2-3 പിന്നെ മഴ പെയ്യോന്ന് തോന്നുന്നല്ലേ. ഇത് ലഡാക്കിന്റെ വേറൊരു ഭംഗിയാ അല്ലേ. ആ സൈഡിലോട്ടോ അസ്തമയം അവിടാന്ന് തോന്നുന്നു. നമുക്ക് ഇന്ന് കിട്ടിയില്ല. ഞാൻ പ്രതീക്ഷിച്ച് വന്ന ഇങ്ങനെ അല്ലായിരുന്നു. ഞാനും ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചു വന്നത്, പക്ഷെ ഇതൊരു ഭംഗിയുണ്ട്. ഇത് വേറൊരു ഭംഗി. അല്ലെങ്കിൽ നല്ല വെയിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നല്ല നീലാകാശമായിരുന്നു. ഇവരെങ്ങോട്ട് പോവുക? അവിടെ എങ്ങും വീടൊന്നും ഇല്ലല്ലോ. അവര് വീട്ടിൽ പോകാൻ തോന്നുന്നു. മലഞ്ചെരുവിൽ എവിടെയെങ്കിലും ആയിരിക്കും. എവിടെയെങ്കിലും ആയിരിക്കും. അതെ, താഴേക്ക് വരും തോറും നദി വലുതായി വരിക. ഇവരെല്ലാരും അങ്ങോട്ടാണല്ലോ പറഞ്ഞത്. ഒത്തിരി പേരുണ്ടല്ലോ. അത് വേറൊരു കളറല്ലേ ഒരെണ്ണം, ഒരാൾ ഗ്രേ കളർ. വൈറ്റ് ഉണ്ട്, പക്ഷേ റെഡാ കൂടുതലും, ബ്രൗൺ. ഇത് ബ്ലാക്കും. കളർ വ്യത്യസ്തമായ കളറുണ്ട്. ഇത് കറുപ്പുണ്ട് വേറെ. ഈ ഒഴുകുന്നത് ദ്രാസ് നദിയാണ്. ദ്രാസ് നദി ചെന്ന് കാർഗിലില് സുറു എന്ന് പറഞ്ഞ നദിയുണ്ട്, അതായിട്ട് ജോയിൻ ചെയ്യും. എന്നിട്ട് അത് നേരെ ഒഴുകി തിരുന്ന് ഇൻഡസിലോട്ടാണ്, ഒഴുകി ജോയിൻ ചെയ്യുന്ന ഇൻഡസിലോട്ടാണ്. രണ്ടുപേരോടെ ചെന്ന് ഇൻഡസിൽ ചെന്ന് ചേരും. ഈ മലനിരകളൊക്കെ കാണാൻ എന്നാ രസം നോക്കി. മണ്ണ് ഇങ്ങനെ കിടക്കുന്ന പോലെ മലയില്. അത് മണ്ണുണ്ട്, മണ്ണിങ്ങനെ അവിടെ നിന്ന് ഇടിഞ്ഞു വീണെന്ന് കിടക്കുന്ന മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണിനെക്കാട്ടി കല്ല. അങ്ങോട്ട് നോക്കി എന്നെ കളറാന്ന് നോക്കി. അത് കറുത്തിരിക്കുന്ന മല അല്ല, ഒരു നീല കളർ, ബ്ലൂ ഷെയ്ഡാ. പക്ഷേ കാർമേഘം കേറിയിട്ടേ ഒന്നോട് ഇരുണ്ടുപോയി. സമയം 7:15. ഇരുട്ടിയിട്ടില്ല. 8 മണിയാവണമായിരിക്കും, രാത്രി ആവണേ ഇരുട്ട് വരണമെങ്കിൽ. അപ്പം നമ്മളിന്ന് ലഡാക്കിലാണ് ഇന്നത്തെ നമ്മുടെ അസ്തമയം. ഈ താഴെ എല്ലാം പുല്ല് കിളുത്തു, ഇഷ്ടംപോലെ പുല്ല് കിളുത്തു. ശരിക്കും നമ്മൾ ലഡാക്കിനെ മഞ്ഞുകാലത്തൊക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കും ഇവിടെ ഒന്നും ഉണ്ടാകുന്ന സ്ഥലമല്ല, ചുമ്മാ കല്ലും മലയും മാത്രം ഉള്ളെന്ന് ഓർക്കും. ഒരു പുൽക്കൊടി പോലും കാണുകയില്ല. പക്ഷേ ഈ ഒരു സമയത്ത് വരുമ്പോൾ കണ്ടോ എന്ത് പുല്ലും. അത് തന്നെയല്ല, ഇവിടെ ഒത്തിരി കൃഷികളൊക്കെ ഉള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു വില്ലേജാണ്, മദിയൻ ഈ സ്ഥലപ്പേര്. മദിയൻ വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ടൗൺ എന്ന് പറയാം. ഇവിടെ വീടുകളൊക്കെ കുറവല്ലേ, ഹോട്ടലുകളൊക്കെയാണ് ഉള്ളത്. മദിയൻ എന്ന സ്ഥലപ്പേര്. നമുക്കേ ഒരു കാര്യം ചെയ്താലോ, അയക്കാലും സന്ധ്യയല്ലേ, നമുക്ക് ഇന്ന് ഇവിടെ അങ്ങ് സ്റ്റേ ചെയ്താലോ. ഇവിടെ കൊടുക്കാം. വേണേ റൂം വേണേ, ഇവിടെ റൂംസൊക്കെ കിട്ടും. അപ്പോൾ ഏക്കാലും ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു റൂമും ഉണ്ട്. റൂം വലിയ കുഴപ്പമില്ല, കിട്ടി. റൂമൊന്ന് നോക്കാം. ഇവിടുത്തെ റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒന്ന് നോക്കിയതാ. തണുപ്പ് കാരണം കണ്ടോ മൊത്തം പാനൽ ചെയ്തേക്കാം, തടി പാനലിങ് ചെയ്തേക്കാം. ഇവിടുത്തെ തടിയാ കേട്ടോ, ഇവിടെ കിട്ടുന്ന തടിയാ. എല്ലാം കളർഫുള്ളല്ലേ നോക്കി. പിന്നെ തറയിൽ മാറ്റിയിട്ടിട്ടുണ്ട്, ഫുള്ള് മാറ്റാ. ചൂടാ. വണ്ടിയെ കിടക്കുന്ന ആ സുഖം. പിന്നെ ഇതിനകത്ത് കുറച്ചു നേരം കഥയൊക്കെ തുറന്നിട്ട് ഇച്ചിരി കാറ്റൊക്കെ കയറട്ടെ. പിന്നെ ഈ സ്ഥലത്തിന് നമ്മൾ മദിയൻ എന്നാ പറഞ്ഞ, മദിയനല്ല മത്തായൻ എന്നാ. മദിയനല്ല മത്തായൻ ഇവിടെ എഴുതിയേക്കുന്ന മത്തായൻ. ശരിയാ. ഇവരവിടെ പുല്ല് വെട്ടിക്കൊണ്ട് നിന്ന ആൾക്കാരാ. ഇവരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് പണിക്കാരും സ്റ്റേ ചെയ്യുന്നുണ്ട്. പണിയെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇന്നത്തെ പണി കഴിഞ്ഞു. ഇന്ന് ഞാൻ എന്തായാലേ കുക്കിംഗ് ഒന്നും വേണ്ട. ഇവിടെ ഞാൻ കടയിൽ ചോദിച്ചെന്താ ഉണ്ടെന്ന്. അപ്പം ചപ്പാത്തിയും തവാറൊട്ടിയും എല്ലാം ഉണ്ട്, ചോറും എല്ലാം ഉണ്ട്. പിന്നെ എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് അടുക്കളയ്ക്ക് അവധി കൊടുത്തു. തന്നെ നേരത്തെ കിടന്ന് ഉറങ്ങിയേക്കായിരുന്നു. അതെ, നേരത്തെ എന്ന് പറയാനേ ഇപ്പൊ എത്ര 8 മണിയായി. അപ്പം പിന്നെ തണുപ്പാ, നല്ല തണുപ്പാ കേട്ടോ. തണുപ്പുണ്ടല്ലേ. തണുപ്പേ ഇപ്പം 11 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ളൂ, 7 വരെ താഴും. അപ്പം നേരത്തെ കിടന്ന് ഉറങ്ങിയേക്കാം, തിരി വെച്ചേക്കാം. അപ്പം ഇനിയിപ്പോൾ നാളെ രാവിലെ നമ്മളേറ്റ് ദ്രാസിലേക്ക്. ദ്രാസ് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോയില്ലോ എന്നൊക്കെ നാളെ തീരുമാനിക്കാം. നാളെ പരിപാടിയിൽ ഭേദഗതി വരുത്താൻ കമ്മിറ്റിക്കാർക്ക് അധികാരമുണ്ട്. അതിനാന്നറിയോ,
എന്നൊരു കാര്യം തിരിച്ചു പോകുന്ന നാളെ തന്നെ പോയാലും നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ, നാളെ കഴിഞ്ഞ് പറ്റിയല്ല. പറ്റിയല്ല. അല്ലെങ്കിൽ ഗ്രാസിൽ നിന്ന് പിന്നെ നമുക്ക് ഇച്ചിരൂടൊക്കെ കറങ്ങിയിട്ട് ഒരു ദിവസം കൂടെ നിന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ നാളെ വൈകുന്നേരം വന്ന് നമ്മളിവിടെ പാസ്സായാലേ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നാളെ കഴിഞ്ഞ് വിടുകയില്ല, അതിനടുത്ത ദിവസം വിടും. 3-ാം ദിവസം കോൺവോയ് ആയിട്ടല്ലേ ട്രക്ക് വിടുന്നത്. അപ്പം മിക്കവാറും നമ്മളെ ലേക്ക് പറഞ്ഞു വിടുമെന്നാ തോന്നുന്നു. ലേ വരെ പോകണ്ട, ചിലപ്പോൾ കാർഗിൽ വരെ ആക്കാം. എന്നാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിച്ച് കിടന്നേക്കാം. ഗുഡ് നൈറ്റ്.